ചോക്ലേറ്റ് കേക്കാണ്. ക്രിസ്മസ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഇത് നമ്മുടെ ബേബിക്ക് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഏത് സാരിയാണ് സെലക്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് കണ്ടു നോക്കാം. മാട്ടിയിലാണ്. പക്ഷേ ഈ മാട്ടിയിൽ പോയിട്ട് ഞാനൊരു സാരി എടുത്തു. അങ്ങനെ ഉണ്ണീഷനെ വെച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഗൂഗിളോട്ടാണ് കണ്ടു നോക്കാം. ഹാപ്പി ന്യൂ ഇയർ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളിപ്പം ഡിസംബർ 2025 ക്രിസ്മസ് ഒഫീഷ്യലി ഞങ്ങള് ക്രിസ്മസ് ട്രീ ഒക്കെ എടുത്തു. സോ വി ആർ ജസ്റ്റ് ഡെക്കറേറ്റിംഗ്. അങ്ങനെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഇവിടെ സെറ്റ് ചെയ്തു. റെസ്റ്റ് ഓഫ് ദ തിങ്സ് ഈത്തനും ദാവീദും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെന്താ ചെയ്യുന്നേ? ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാണ്. ആണോ? കെട്ടുന്ന കാലം മുമ്പില് 2016 ഞാൻ ഒറ്റപ്പാലത്ത് മേടിച്ചാണ്. ഏകദേശം ഒരു 9 കൊല്ലത്തോളമായി ട്രീ മേടിച്ചിട്ട്. നീ എന്താ ചെയ്യാ? തീ സെറ്റ് ചെയ്യാനോ? ഇതിനാണോ ചെയ്യുന്നേ? ആണോ? മിണ്ടാത്തപ്പോ യെസ്. ഈ ട്രീ ആദ്യം വെറും ഗ്രീൻ മാത്രമല്ല, നമ്മൾ പിന്നെ റെഡ് ഒക്കെ 2-3 കൊല്ലം മുന്നേ ആഡ് ചെയ്താണ് രണ്ട് ഈ ബോൾസ് ഒക്കെ. അപ്പോൾ ട്രീയുടെ ലുക്ക് തന്നെ മാറി. അതിനൊന്നും പ്ലെയിൻ ട്രീ ആയിരുന്നു. ഞങ്ങൾ ഈ എന്താ പറയാ ക്രിസ്മസിന്റെ ഷോപ്പിംഗ് ഏറ്റവും ബെസ്റ്റ് എവിടെയാണ് വെച്ചാൽ തൃശ്ശൂർ പുത്തമ്പള്ളിയിലാണ് നമ്മൾ പോകാറുള്ളത്. കൊച്ചി ബ്രോഡ്വേയിലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടെ അടുത്ത് തൃശ്ശൂർ പുത്തമ്പള്ളി കാരണം നമ്മൾ തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ സൈഡിലുള്ള ആ മാർക്കറ്റിൽ നിന്നാണ് ക്രിസ്മസിന് എല്ലാ സാധനങ്ങളും മേടിക്കാറുള്ളത്. ഞങ്ങൾ വീണ്ടും ഈ ഡിസംബർ ഫസ്റ്റ് വീക്ക് ഒക്കെ പോവാണെങ്കിൽ ഒന്ന് ക്രൗഡ് കുറവായിരിക്കും. പലപ്പോഴും ഞങ്ങൾ ഡിസംബർ എന്താ പറയുക ക്രിസ്മസിന്റെ ഒരാഴ്ച മുമ്പിലൊക്കെ പോകുമ്പോൾ ഭയങ്കര തിരക്ക് കാരണം നമുക്ക് പിന്നെ ഉച്ച സമയത്ത് പോകുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പൊ ഒത്തിരി ക്രൗഡ് ഉണ്ടാവില്ല. പള്ളിയുടെ പാർക്കിലൊക്കെ നിർത്തരുത്, തിരക്കായിരിക്കും. അതല്ല അവിടെ പെയ്യാൻ പാർക്കൊക്കെ അതിന്റെ പുറത്ത് ആ അങ്ങാടി ചെല്ലുന്നതിന്റെ പുറകിലായിട്ട് പെയ്യാൻ പാർക്കൊക്കെ ഉണ്ട്. അവിടെ കൊണ്ട് നിർത്താനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെ നിർത്തി നടന്നു പോയിട്ട് പർച്ചേസ് ചെയ്താൽ മതി. ഷോപ്പിലേക്ക് ഇടിച്ചു തള്ളി കയറി പോകും. അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിലും ഒരേ റേറ്റ് ഒക്കെ തന്നെ ആയിരിക്കും, മാറ്റമൊന്നുമില്ല. അപ്പൊ നമ്മൾ തിരക്കുള്ള ഷോപ്പിൽ തന്നെ കയറി പോകണമെന്നില്ല. ഇന്നലെ ഞങ്ങൾ അങ്ങനെ പോയപ്പോ എന്തൊക്കെ എടുത്തു വെച്ചാൽ സ്റ്റാർസ് എടുത്തു. 150 രൂപ അടിപൊളി വലിയ സ്റ്റാർ. പിന്നെ ഇത് നമ്മൾ നെസ്റ്റോയിന്നാ മേടിച്ചത്, മറ്റേ ഡെക്കറേറ്റീവ് ഐറ്റംസ്. ഈ ട്രീ മേടിച്ച ഒറ്റപ്പാലത്താണോ? ഈ ട്രീ ഒറ്റപ്പാലൊരു കടയിൽ നിന്ന് മേടിച്ചോ? 35 രൂപ ഉള്ളൂ ആ ഒരു മാലയ്ക്ക്. ഇപ്പൊ പലരും പറയായിരിക്കും, ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോ 9 രൂപയൊക്കെ പറയുന്നു. പക്ഷെ നമ്മള് കടയിൽ പോകുമ്പോ ആ വിലക്ക് കിട്ടില്ല കേട്ടോ. ഞങ്ങൾ എവിടെയും കാണില്ല. കടയിൽ പോകുമ്പോ ആ വിലയല്ല. ഇനി ആൾക്കാർ പ്രൊമോട്ട് ചെയ്ത് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ വീഡിയോയിൽ ക്രിസ്മസിൻ്റെ എല്ലാ ക്ലിപ്സും ക്ലബ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പോയത് ഇത് എടുമാട്ടാണ്. അപ്പോൾ തൃശ്ശൂരുള്ള എടുമാട്ടിലേക്ക് പോയി കുറച്ച് അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ നെസ്റ്റോളിൽ സാധനം മേടിക്കാൻ പോയി. അപ്പോൾ അങ്ങനെ താങ്കുട്ടനും താവിക്കുട്ടനും അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം നെസ്റ്റോളി ക്രിസ്മസിൻ്റെ ഓഫേഴ്സൊക്കെ ആയിട്ട് നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ക്രിസ്മസ് ഷോപ്പിംഗ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്റ്റാർസ് ആണെങ്കിലും എല്ലാം തന്നെ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. വീക്കെൻഡ്സിന് പോവാതെ മെയിൻലി വീക്ക് ഡേയ്സിൽ പോവുകയാണെങ്കിൽ ഒന്നും കൂടി പീസ്ഫുള്ളായിട്ട് നമുക്ക് ഷോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാവുന്നതാണ്. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നിട്ട് വീട്ടിലുള്ള ഡെക്കറേഷൻസൊക്കെയാണ് ഈ കാണുന്നത്. നമ്മൾ സ്റ്റാർസൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ട് അങ്ങനെ കൊച്ചു ഡെക്കറേഷൻസൊക്കെ ചെയ്ത് നമ്മളിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ സ്റ്റാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ സ്റ്റാറിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടുള്ളത്. അപ്പോൾ അത് ഫോം പേപ്പർ മേടിച്ച് അങ്ങനെ സ്റ്റാറിൻ്റെ ഷേപ്പിലൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ കളർ പേപ്പറൊക്കെ ഇട്ടിട്ട് അങ്ങനെ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തു. നമുക്ക് കണ്ടു നോക്കാം. Homemade chocolate cake
അങ്ങനെ സ്റ്റാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്ന് ക്ഷീണിച്ചപ്പോൾ ചോക്ലേറ്റ് കേക്കും അതുപോലെ തന്നെ ഡയമണ്ട് കട്ട്സും അങ്ങനെ കുറച്ച് ക്രിസ്മസ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് ഞാൻ പാലക്കാടാണ് ചെന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സോഷ്യൽ കിച്ചണിൽ നിന്ന് നല്ല വട, പാവ് ഭാജി, അതുപോലെ തന്നെ സാമ്പാർ വട, പിന്നെ അവിടുത്തെ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ് നെസ്റ്റോയിലുള്ള ക്രിസ്മസ് സെലിബ്രേഷൻ. സോ മച്ച്. ആൻഡ് ഇനി അടുത്തൊരു സമ്മാനം ഇത് നമ്മുടെ ബേബിക്ക് കൊടുക്കണം കേട്ടോ, ഈ ക്രിസ്മസ് സമ്മാനം. ഹാപ്പി ക്രിസ്മസ്. യെസ്. ആൻഡ് ചെയ്യുന്നത് ഹോപ്പാണ്, ഇനിയുള്ള ആ ഒരു ലൈഫിലേക്കുള്ള ആ ഒരു ഹോപ്പാണ്. അപ്പോൾ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യിൽ ആൻഡ് നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റ്, സാന്ത ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. മെറി ക്രിസ്മസ്. യെസ്, താങ്ക് യു സോ മച്ച്. അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് ആയിട്ട് വി ആർ ഗോയിങ് ടു അങ്ങനെ ഞങ്ങൾ പാലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ രാത്രി ഞങ്ങളുടെ ഡിന്നർ നോയമ്പായതുകൊണ്ട് വെജ് ബിരിയാണി. വണ്ടി ചാർജിങ്ങിലാണ്. വണ്ടി ഫുഡ് കഴിക്കാൻ നേരം ചാർജ് ഉണ്ട്, എന്നാലും ഭക്ഷണം കഴിക്കുന്ന നേരം ഒന്ന് ചാർജ് ചെയ്തിട്ട് വിചാരിച്ചപ്പോൾ മാക്സിമം സ്പീഡിൽ കാലോടുത്ത് പോകാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് വണ്ടി ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ വണ്ടി ചാർജ് ആവുകയും ചെയ്യും. പിന്നെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 22nd രാത്രിയാണ് എത്തിയത്. 23rd വിശേഷങ്ങളാണ്. 2 ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയപ്പം കുറച്ച് പെണ്ണും ചെറുക്കനായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ നെക്സ്റ്റ് ഡേ 24th കൊച്ചിനിലോട്ട് പോയി. അപ്പം ആദ്യം തന്നെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് വിശന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലഞ്ചിനായിട്ട് പോയി. ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നേരെ വിട്ടത് അൽമാരയിലോട്ടാണ്. അവിടെ ചെന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ എൻഗേജ്മെൻറ്റിനുള്ള സാരിയൊക്കെ പർച്ചേസ് ചെയ്തത്. അപ്പോൾ അതിനിടയിൽ കൂടി ഞാനും വെച്ചാൽ ഇങ്ങനെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ, കൊച്ചിനിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഏത് സാരിയാണ് സെലക്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഞാൻ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോസ് ഒത്തിരി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ ഞങ്ങളവിടെ പോയിട്ട് വലിയൊരു ട്രൈ ചെയ്ത് നമ്മളെ കാണിക്കുന്നുണ്ടായിരുന്നു. ഫൈനലി ഒന്ന് സെലക്ട് ചെയ്തു. പിന്നെ ഞാൻ പോയത് ഷീമാട്ടിയിലാണ്. അപ്പോൾ ഷീമാട്ടിയിൽ പോയിട്ട് ഞാനൊരു സാരി എടുത്തു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. പിന്നെ രാത്രി എത്തിയപ്പോൾ തന്നെ ലേറ്റായി. അപ്പോൾ അതിന് ശേഷം നമ്മൾ ക്രിസ്മസിൻ്റെ പടക്കം പൊട്ടിക്കലായിരുന്നു. അപ്പം നല്ല അടിപൊളിയായിട്ട് പടക്കമൊക്കെ പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങിയിട്ട് രാവിലെയാണ് കുർബാനയ്ക്ക് 25th മോർണിംഗ് പോയത്. രാത്രി പിന്നെ ക്ഷീണം കൊണ്ട് ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ അങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാം. You're the one I'm calling. You're my escape from my darkest days. And when the sun is shining, you know we out here riding, chasing the നല്ല ഭംഗിയുണ്ടല്ലേ അപ്പ? പപ്പ ഇതാ നിങ്ങൾ കണ്ടേ? നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് ഉണ്ണീശ്വരനെ പുൽക്കൂട്ടിൽ വെച്ചു. അപ്പോൾ ആ കണ്ടത് ഞങ്ങൾ വരുന്ന ഹൈവേയിൽ കണ്ടതാണ് ഒരു സ്റ്റാറായിട്ടുള്ള ഒരു ട്രീ. അതിന് ഒരു 11:40 ആയപ്പോഴേക്കും ഞങ്ങൾ എത്തി. അങ്ങനെ ഉണ്ണീശ്വരനെ വെച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചു, പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് 3 ദിവസത്തിൽ തന്നെ ഞങ്ങളുടെ അടുത്ത യാത്ര 29-ാം തീയതിയാണ് കാണുന്നത്. DMD ഫാമിലി. അപ്പം നമ്മൾ ഒരു എൻഗേജ്മെന്റിനായിട്ട് പോവാണ്. ആരുടെ എൻഗേജ്മെന്റ് ആണ്? യെസ്, ലിസ്റ്റിയുടെ കല്യാണം, മരിയയുടെ കല്യാണത്തിനാണ് നമ്മൾ പോകുന്നത്. സോ കമ്മിങ് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കി ഉച്ചയ്ക്ക് രാവിലെ പോകാൻ ഓർത്തു. പക്ഷെ അച്ഛൻ കുറച്ച് തിരക്കുകൾ കാരണം പോകാൻ പറ്റിയില്ല. സോ ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങാൻ ഓർത്തു. So let's have some biryani. Okay. ഓൺ ദ വേ പെരുമ്പാവൂരിലൊരു ബ്രേക്ക് എടുത്തു. വണ്ടി ചാർജിങ്ങിന് ഇട്ടപ്പം തൊട്ടടുത്തുള്ള ആര്യാസിൽ ചെന്നിട്ട് ഗീ റോസ്റ്റ് കഴിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു. പള്ളിയിൽ നിന്ന് വീഡിയോസ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ മനസ്സമ്മതം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെൽക്കം ഡ്രിങ്ക് കുടിച്ചു. മാംഗോ, വാട്ടർമെലൺ, അങ്ങനെ ആസ് യൂഷ്വൽ കുറച്ച് ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. ദെൻ പെണ്ണൻ ചെറുക്കൻ സ്റ്റേജിലോട്ട് കയറി. അവിടെ ആസ് യൂഷ്വൽ വെൽക്കമിങ്, കാൻഡിൽ ലൈറ്റിംഗ്, പിന്നെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അങ്ങനെ പെണ്ണും ചെറുക്കൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പം താൻകുട്ടനും ദാവിക്കുട്ടൻ കുറച്ച് കലാപരിപാടികൾ അവരുടേതായ പാട്ടൊക്കെ ഇട്ട് കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ചു.
എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് വീട്ടിൽ വന്നതും നെക്സ്റ്റ് ആയിട്ട് ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പം പടക്കമൊക്കെ പൊട്ടിച്ചു. പിന്നെ നെക്സ്റ്റ് ഡേ ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചതിന് ശേഷം വീണ്ടും വൈകുന്നേരം ഒരു 4 മണിയായപ്പം അങ്ങനെ തന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. വീണ്ടും ഞങ്ങളുടെ അടുത്ത യാത്ര കൂർഗിലോട്ടാണ്. കണ്ടു നോക്കാം. ഹാപ്പി ന്യൂ ഇയർ വന്നതേ അമ്പை ചൊല്ലി അച്ഛനുള്ളം തുട്ടതേ സൂര്യകാന്തി പൂ പോലെ മുഖം മാറുതേ സുഖം சேருதே വിഷ് യു ഓൾ എ ഹാപ്പി ന്യൂ ഇയർ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.